വൈക്കത്ത് സമീപ വീട്ടിൽ കേക്ക് നൽകാൻ പോയ 13കാരനെ കാണാതായിരിക്കുന്നു. വൈക്കം കാരയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം കാരയിൽ ചിറ ജാസ്മിന്റെ മകൻ അധിയാൻ 13 വയസ്സിനെയാണ് കാണാതായത്. ഷിനോജ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഷിനോജ, ഇപ്പോൾ കുഞ്ഞിനെ കാണാതായിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതും അയൽ വീട്ടിൽ പോയൊരു കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. നിലവിലെ പോലീസ് അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാണ്? എന്തെങ്കിലും തരത്തിലുള്ള വിവരം ആശ്വാസകരമായി ലഭിക്കുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് സമീപ വീട്ടിൽ കേക്ക് നൽകാനായി പോയ ഈ കുഞ്ഞിനെ കാണാനാകുന്നത്. ഈ സമീപമുള്ള വീടെന്ന് പറയുന്നത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്നു ഈ കുഞ്ഞ്. ബർത്ത്ഡേ ആയിരുന്നു കുഞ്ഞിന്റെ. ബർത്ത്ഡേയുടെ കേക്കുമായി ഈ വീട്ടിലേക്ക്, സമീപത്തുള്ള ഈ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അവിടെ എത്തി കേക്ക് നൽകി തിരികെ മടങ്ങി വരുന്നതിനിടയിലാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. വൈക്കം കാരയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം കാരയിൽ ചിറ ജാസ്മിന്റെ മകൻ അദ്നാനെയാണ് കാണാതായിരിക്കുന്നത്. 13 വയസ്സാണ് ഈ കുഞ്ഞിന് പ്രായം. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് 8 മണിയോടുകൂടി, വൈകിട്ട് രാത്രി 8 മണിയോടുകൂടി ഈ കുഞ്ഞിനെ സൈക്കിളിൽ പോകുന്നതായിട്ട് വൈക്കം ക്ഷേത്രത്തിന് സന്നിധിയിൽ വെച്ച്, വൈക്കം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കണ്ടതായി നാട്ടുകാരിൽ 1-2 പേർ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വൈക്കം പോലീസ് സ്ഥലത്തെത്തി കാര്യക്ഷമമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7:30 ഈ അയൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയെ പിന്നീട് വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ച് നാട്ടുകാർ കണ്ടെന്നാണോ? അതെ ചെയ്തു. കാരണം 7:30 കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതിനുശേഷം ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതിനുശേഷം 8 മണിയോടുകൂടി ഈ കുഞ്ഞ് സൈക്കിളിൽ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ഈ വൈക്കം ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച്, അതിന് സമീപത്ത് വെച്ച് ഈ കുട്ടി പോകുന്നതായിട്ട് നാട്ടുകാരിൽ ചിലർ കണ്ടതായി ഇപ്പോൾ വൈക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഈ കുഞ്ഞ് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം 8 മണിക്ക് കണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 3.5 മണിക്കൂറാകുന്നു ഈ വൈക്കത്ത് വെച്ച് ക്ഷേത്രത്തിന് വെച്ച് കണ്ടതിന് ശേഷം പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ചാണ് ഇതുവരെ വ്യക്തതയില്ലാത്തത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം തന്നെ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിയാണ് നിലവിലുള്ളത്. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ കുട്ടിയെ കാണാതായിട്ട്. വീട്ടുകാരുടെ പ്രതികരണം എന്താണ് ഷിനോജ്? കാരണം കുഞ്ഞിപ്പോ തൊട്ട അയൽവക്കത്തെ വീട്ടിലേക്ക് പോയിരിക്കുന്നു, അതും ഈ ബർത്ത്ഡേ കേക്ക് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പൊ ഈ കുഞ്ഞിനെ പിന്നീട് വൈക്കം ക്ഷേത്രത്തിന് സമീപം വെച്ച് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നു. അപ്പൊ ഈ വീട്ടുകാരുടെ അറിവോടെ കുഞ്ഞ് മറ്റെവിടേക്കെങ്കിലും പോയതാണോ? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? അത്തരത്തിലൊരു വിവരമൊന്നുമില്ല. കാരണം വീട്ടുകാർക്ക് അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം അവർ ഈ ഒരു വീട്ടിൽ പോകുമെന്ന കാര്യം മാത്രമാണ് അറിഞ്ഞിരുന്നത് ആ വീട്ടിലേക്ക്. കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് വീട്ടിൽ മുറിച്ച കേക്കിന്റെ ഒരു പങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമീപമുള്ള ഈ വീട്ടിലേക്ക് പോയത്. സ്ഥിരം പോകുന്ന ഒരു വീട് തന്നെയാണ്. അതിനാൽ തന്നെ പോയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരേണ്ട സമയം എത്തിയിട്ടും കാണാത്തത് കൊണ്ടാണ് ഇവർ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നതും അവിടെ വിളിച്ചു ചോദിക്കുന്നതും ഒക്കെ ചെയ്തത്. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ച സമയത്ത് തന്നെ കുഞ്ഞു നേരത്തെ ഇവിടെ വന്നു. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. വൈക്കത്ത് സമീപ വീട്ടിൽ കേക്ക് നൽകാൻ പോയ 13കാരനെ കാണാതായിട്ട് എന്താണെങ്കിലും പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. നാട്ടുകാരും അവിടെ കൂടിയിട്ടുണ്ട്. കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. ഷിനോജ് എസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.